ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ, അതായത് പ്രസൻറ്റ് വാല്യൂ ഓഫ് നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ ആഫ്റ്റർ ടാക്സ് അണ്ടർ ഡെപ്റ്റ് ഫിനാൻസിങ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു പ്രോബ്ലമാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനാണിത്. എങ്ങനെയാണ് ഫോളോയിങ് ഡാറ്റ അബൌട്ട് ദ എക്യുപ്മെൻറ്റ് ഇസ് അവൈലബിൾ. ഒരു എക്യുപ്മെൻറ്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഈ തന്നിരിക്കുന്നതൊക്കെ. ആ എക്യുപ്മെൻറ്റിൻ്റെ കോസ്റ്റ് ആണെന്ത് 3,170 ലാക്കാണ് കോസ്റ്റ് ഉള്ളത്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് 10% ആണ്. പിന്നെ ലോൺ റീപേബിൾ ഇൻ 4 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്, അതായത് എക്യുപ്മെൻറ്റ്സിൻ്റെ ലോൺ കൊടുക്കുന്നത് 4 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഈച്ച് ഇയർ ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് നടത്തുന്നത്, അതായത് ഓരോ വർഷത്തിൻ്റെ അവസാനമാണ് എന്ത് ചെയ്യുന്നത്, ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് നടത്തുന്നത്. ആ കോസ്റ്റ് വരുന്നത് 250 ലാക്കാണ്. പിന്നെ സാൽവേജ് വാല്യൂ, അതായത് ഡിപ്രീസിയേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള അവസാനത്തെ സാൽവേജ് വാല്യൂ തന്നിരിക്കുന്നത് 170 ലാക്കാണ് തന്നിരിക്കുന്നത്. ദെൻ ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട് 40% ആണ്. പിന്നെ നമ്മളോട് ഡിപ്രീസിയേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് സ്ട്രെയിറ്റ് ലൈൻ ബേസിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്നും നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് എന്താണ്, കാൽക്കുലേറ്റ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ ആഫ്റ്റർ ടാക്സ് അണ്ടർ ഡെപ്റ്റ് ഫിനാൻസിങ്. ഓക്കെ, ഇവിടെ നമുക്ക് പ്രസൻറ്റ് വാല്യൂ തന്നിട്ടുണ്ട്. ഡയറക്റ്റ്ലി തന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രസൻറ്റ് വാല്യൂ തന്നിട്ടുണ്ട്. ഇൻസ്റ്റാൾമെൻറ്റിന് വേണ്ടിയിട്ട്, അതായത് ലോൺ ഇൻസ്റ്റാൾമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 10%ൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. ദെൻ പ്രസൻറ്റ് വാല്യൂ, അതായത് നമ്മൾ ഇപ്പോഴുള്ള പ്രസൻറ്റ് വാല്യൂ, അതായത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു പ്രസൻറ്റ് വാല്യൂ ഉണ്ടാവുമല്ലോ, അത് നമുക്ക് 6% ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 4 വർഷമാണ് മൊത്തം നമുക്ക് ഉള്ളതും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് വർക്കൗട്ട് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നമുക്ക് നമ്മുടെ ഒരു സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ടല്ലോ, ആ സ്റ്റെപ്പിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഒരു കോളം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ആ സ്റ്റെപ്പ് ബേസിൽ ചെയ്യുന്നത്. ആദ്യം നമ്മൾ എന്താണ് ചെയ്യുക, ആനുവലി ആയിട്ടുള്ള ലോൺ ഇൻസ്റ്റാൾമെൻറ്റ് കണ്ടുപിടിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യും, ടാക്സ് സേവിങ്, ഇൻട്രസ്റ്റിൻ്റെ മുകളിലുണ്ടാവുന്ന ടാക്സ് കുറയ്ക്കും. ദെൻ നമ്മൾ അങ്ങനെ ഓരോ ഡിപ്രീസിയേഷൻ്റെ ടാക്സ് കുറയ്ക്കും. ദെൻ ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് ആഡ് ചെയ്യും. പിന്നെ അതിൻ്റെ മുകളിലുണ്ടാവുന്ന ടാക്സ് റെഡ്യൂസ് ചെയ്യും. ഇതിനൊക്കെ നമ്മൾ പ്രസൻറ്റ് വാല്യൂയിലേക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ എന്ത് ചെയ്യണം, ഒരു അഡീഷണൽ സ്റ്റെപ്പ് ചെയ്യണം. അതായത് വർക്കിംഗ് നോട്ടായിട്ട് നമ്മൾ ചെയ്യണം. എന്നിട്ട് ഓരോ സ്റ്റെപ്പിൻ്റെയും വർക്കിംഗ് നോട്ട് നമ്മൾ ചെയ്തിട്ട് ശേഷമാണ് എന്ത് ചെയ്യുക, ഈ ഒരു ബേസിലേക്ക് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഇത് ഇങ്ങനെ ഒരു കോളം നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ വർക്കിംഗ് നോട്ടായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് വർക്കിംഗ് നോട്ടാണ്. എന്നിട്ട് വേണം നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് വർക്കിംഗ് നോട്ടുകൾ ചെയ്യാൻ നോക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പ്രകാരം, അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് പ്രകാരം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, കാൽക്കുലേറ്റ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവൽ ലോൺ ഇൻസ്റ്റാൾമെൻറ്റ്. ആനുവൽ ലോൺ ഇൻസ്റ്റാൾമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവൽ ലോൺ ഇൻസ്റ്റാൾമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എങ്ങനെയാണ്, 4 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം, ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണേ. അപ്പോൾ ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് ലോൺ എമൗണ്ട് ഡിവൈഡഡ് ബൈ PVAF, അതായത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി ഫാക്ടർ ഓഫ് ദ ഇയർ അറ്റ് 10%. അതായത് നമുക്ക് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് തന്നിട്ടുള്ളത് 10% ആണ്. ആ 10%ൻ്റെ, അതാണ് നമ്മുടെ കോസ്റ്റ് എന്ന് വരുന്നത്, അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി ഫാക്ടർ, അതായത് ലോൺ എമൗണ്ടിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി ഫാക്ടറാണ് നമ്മൾ കണ്ടത് 10%. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്, ലോൺ എമൗണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എത്രയാണ് തന്നിട്ടുള്ളത് 3,170 ലാക്സ് ആണ് തന്നിട്ടുള്ളത്. ഡിവൈഡഡ് ബൈ 10% പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി ഫാക്ടറാണ് ചോദിക്കുന്നത്. അപ്പം
10% ആനുവിറ്റി ഫാക്ടർ കാണണമെങ്കിൽ 4 ഇയറിൽ ഉണ്ടാവുന്ന 10%, അതായത് പ്രസൻറ്റ് 10%, 4 വർഷത്തേക്കുള്ള 10% നമ്മൾ എത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്ര തന്നിട്ടുള്ളത്? 10%ൻ്റെ എമൗണ്ടുകൾ എത്രയാണ് തന്നിട്ടുള്ളത്? ഫസ്റ്റ് ഇയറിന് കൊടുത്തിട്ടുള്ളത് എത്രയാണ്? 0.91 ആണ്. ദെൻ സെക്കൻഡ് ഇയറിൽ കൊടുത്തിട്ടുള്ളത് 0.83 ആണ്. ദെൻ തേർഡ് ഇയറിലുള്ളത് 75 ആണ്. ദെൻ നെക്സ്റ്റ് ഫോർത്ത് ഇയർ അല്ലേ? ഫോർത്ത് ഇയറിലുള്ളത് 0.868 ആണ്. അപ്പോൾ നമ്മുടെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഈ 4 വർഷത്തെ പ്രസൻറ്റ് വാല്യൂവിനെ 10%ൻ്റെ പ്രസൻറ്റ് വാല്യൂവിനെ ആഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൊത്തം ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 3.17 ആൻസർ കിട്ടും. ഓക്കെ, അതാണ് നമ്മുടെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി ഇയർ അറ്റ് 10% എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര വരും? ഇവിടെ എത്ര വരും? 3.17 ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എമൗണ്ട് എത്ര കിട്ടും? 1000 ആയിരിക്കും നമ്മുടെ ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് എന്ന് പറയുന്നത്. 1000 lakh. ഓക്കെ, നമ്മളിപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്തു? കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് എത്രയാണെന്ന് കിട്ടി. 1000 ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇത് നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ ഫസ്റ്റായിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ എങ്ങനെ ചെയ്യുകയാണെന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ നമ്മൾ ഫസ്റ്റത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ എഴുതുന്നത് എന്താണ്? ആനുവൽ ലോൺ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് എഴുതും. ഓക്കെ, ആനുവൽ ലോൺ ഇൻസ്റ്റാൾമെൻറ്റ്. ഇയർ എത്ര വർഷമാണ്? 4 വർഷത്തേക്കുള്ളതാണ്. 1 വർഷം മുതൽ 4 വർഷത്തേക്കുള്ളതാണ്. അപ്പോൾ നമ്മൾ 1 to 4 എന്നാണ് എഴുതേണ്ടത്. എമൗണ്ട് നമ്മൾ തന്നിരിക്കുന്ന എമൗണ്ട് നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. എത്രയാണ് കണ്ടുപിടിച്ചത്? 1000 ആണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ലേ? ഇനിയുള്ളത് എന്താണ്? പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ അറ്റ് 6% ആണ് ചോദിക്കുന്നത്. അപ്പോൾ 6%ൻ്റെ ആനുവിറ്റി ആണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് ഓരോ വർഷത്തതും അല്ല, മൊത്തം വർഷത്തതാണ് എടുക്കേണ്ടത്. അത് 4 വർഷം ഉണ്ടാവും. അപ്പോൾ 4 വർഷത്തെ എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന ആ വാല്യൂസ് മൊത്തമായിട്ട് ആഡ് ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എടുക്കേണ്ടത്. 6% അല്ലേ? 6%ൻ്റെ മൊത്തം വാല്യൂസ്, അതായത് ഫസ്റ്റ് ഇയർത്തെ, സെക്കൻഡ് ഇയർത്തെ, തേർഡ് ഇയർത്തെ, ഫോർത്ത് ഇയർത്തെ ആഡ് ചെയ്ത് വേണം നമ്മൾ വാല്യൂ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ആഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടും എത്രയാണ്? 3.47 ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ പ്രസൻറ്റ് വാല്യൂയിലേക്ക്, ഈ ഒരു ലോൺ എമൗണ്ടിനെ നമ്മൾ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എമൗണ്ടിനെ നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഫാക്ടറുമായിട്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എഴുതുക. എത്രയാണ് നമുക്ക് കിട്ടുക? 3470 എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൻ്റെ വർക്കിംഗ് നോട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡിഡക്റ്റ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ടാക്സ് സേവിങ് ഓൺ ഇൻട്രസ്റ്റ് ഓൺ ലോൺ. അതായത് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ടാക്സ് സേവിങ്, അതായത് ലോണിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ലോണിൻ്റെ മുകളിൽ ഉണ്ടാവുന്ന ടാക്സ് സേവിങ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഡിഡക്റ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഓരോ വർഷത്തെ ഈച്ച് ഇയറിലെ ഇൻട്രസ്റ്റിൻ്റെ മുകളിൽ ടാക്സ് റേറ്റ് കണ്ടുപിടിക്കണം അല്ലേ? ഓരോ വർഷത്തെയും ടാക്സ് റേറ്റ് അല്ലെങ്കിൽ ടാക്സ് സേവിങ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് ചെയ്യാനുള്ള വർക്കിംഗ് നോട്ട് ഉണ്ട്. അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ടാക്സ് സേവിങ് കണ്ടുപിടിക്കുകയാണ്. ഓരോ വർഷത്തെയും ടാക്സ് സേവിങ്, ഇൻട്രസ്റ്റ് ഓൺ ലോണിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഓരോ വർഷത്തെയും ടാക്സ് സേവിങ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഫോം തയ്യാറാക്കണം. ഓക്കെ,
അപ്പോൾ നമ്മൾ ഇതിൽ എഴുതേണ്ടത് ഫസ്റ്റ് ഇയർ ആണ്. ഇയർ നമുക്ക് 4 വർഷമുണ്ട്, അതുകൊണ്ട് ഇയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോളം വേണം. പിന്നെ ഓരോ വർഷത്തെയും ഓപ്പണിംഗ് ബാലൻസ് എഴുതണം. അതായത് ഇപ്പം ഫസ്റ്റ് ഇയറത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിരിക്കില്ല സെക്കൻഡ് ഇയറിൽ ഉണ്ടാവുക. കാരണം ഫസ്റ്റ് ഇയറിൽ ഇൻട്രസ്റ്റ് കൊടുത്ത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഓരോ വർഷം 4 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആണ് 1000 വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഇയറിലെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ 4 വർഷത്തെ എന്തുണ്ടാവും, ഓപ്പണിംഗ് ബാലൻസും അതിൻ്റെ ടാക്സ് സേവിങ്ങുമാണ്. ഓരോ വർഷത്തെയും ടാക്സ് സേവിങ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറത്തെ കാണുകയാണ്. അപ്പോൾ ആദ്യത്തെ ഇയർ എന്താണ്, ഫസ്റ്റ് ഇയർ ആണ് അല്ലേ. ഫസ്റ്റ് ഇയർത്താണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെ അവിടെ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇയറിൽ 1 ഇട്ട് കൊടുക്കാം. അപ്പം ആദ്യത്തെ ഇയറിൽ ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്, നമുക്ക് തന്നിട്ടുള്ള എമൗണ്ട് ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 3,170 ലാക്കാണ് നമ്മുടെ ഫസ്റ്റ് ഇയറിലെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10% ആണ്. 10% എങ്ങനെയാണ്, ഇതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് വരുമ്പം 3,170യുടെ 10% കാണും. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 317 ആയിരിക്കും എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, അത് നമ്മൾ ഇപ്പോൾ ലാക്കിൽ ആണ് ഇത് തന്നിരിക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ ലാക്കിൽ ചെയ്യുന്നില്ല എന്നുള്ളൂ. ഓക്കെ, ഇതുണ്ടാവും. ദെൻ ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. 4 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ വർഷത്തെയും ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 1000 ആയിരിക്കും. ഓക്കെ, 1000 ആയിരിക്കും. ദെൻ പ്രിൻസിപ്പൽ റീപേ ചെയ്യുന്നില്ലേ നമ്മൾ, എന്ത് ചെയ്യണം, റീപേ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രിൻസിപ്പൽ റീപേയ്മെൻറ്റ് ചെയ്യുന്നത് 1000 ഇൻസ്റ്റാൾമെൻറ്റിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ റീപേയ്മെൻറ്റ് എമൗണ്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്നും എന്ത് കുറയ്ക്കണം, ഇൻട്രസ്റ്റ് കുറച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രിൻസിപ്പൽ നമ്മൾ എത്രയാണ് റീപേ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ്, ഇൻസ്റ്റാൾമെൻറ്റ് മൈനസ് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ 1000 നിന്നും 317 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 683. ഓക്കെ, ഇത് കിട്ടും. ദെൻ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക്, അത്രയും നമ്മൾ റീപേ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ കയ്യിൽ എത്രയുണ്ട്, അതാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റീപേ ചെയ്തിട്ടുള്ള ഈ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുള്ള ഇതിന്ന് മൈനസ് ചെയ്യുക. അതാണ് D - C എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അതായത് 3,170 നിന്നും നമ്മൾ 383 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവുക, 87 ആയിരിക്കും നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവുക. അപ്പം ഫസ്റ്റ് ഇയറിലെ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് കിട്ടി. ഈ ഒരു ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും നെക്സ്റ്റ് ഇയറിൽ നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് ഉണ്ടാവുക. അപ്പം നമ്മൾ ഈ ഒരു ഇയറിൽ ടാക്സ് സേവിങ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ടാക്സ് സേവിങ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്. എത്രയായിരുന്നു, 40% ആയിരുന്നു. അപ്പോൾ 40% ആണ് ടാക്സ് റേറ്റ് ഉള്ളത്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻട്രസ്റ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ടാക്സ് റേറ്റ് കിട്ടുക. ഓക്കെ, ഇൻട്രസ്റ്റ് ഓഫ് ദി ഈച്ച് ഇയർ ഇൻറ്റു ടാക്സ് റേറ്റ് എന്നല്ലേ നമ്മൾ ഇക്വേഷൻ എഴുതിയത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓഫ് ദി ഈച്ച് ഇയർ, ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 370 ആണ്. 370 ഇൻറ്റു 0.4 ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു വർഷത്തെ ടാക്സ് റേറ്റ് കിട്ടുന്നത്. അത് എത്രയായിരിക്കും, 126.8 ആയിരിക്കും ആ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഓരോ വർഷത്തെയും ക്ലോസിംഗ് സ്റ്റോക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫോർമാറ്റിൽ നമ്മളിത് ചെയ്യുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ ഇയറിലത് കണ്ടുപിടിക്കുകയാണ്, സെക്കൻഡ് ഇയർ. ഓക്കെ, സെക്കൻഡ് ഇയറിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫസ്റ്റ് ഇയറത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും. അപ്പം ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് ഫസ്റ്റ് ഇയർത്തത് എഴുതുമ്പം 2,487 ആണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക്. അത് നമ്മൾ അതേപടി എഴുതും. ഇനി നമ്മൾ ഈ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം അല്ലേ. ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക എത്രയാണ്, 10% ഓഫ് ദി 24,087. അതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 248.7 ആണ് ആ വർഷത്തെ ഇൻട്രസ്റ്റ്. ഇൻസ്റ്റാൾമെൻറ്റ് 1000 തന്നെയാണ് നമ്മൾ കണ്ടുപിടിച്ചു, 1000 ആണ് ഇൻസ്റ്റാൾമെൻറ്റ്. ഇനി അതേപോലെ പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും കണ്ടുപിടിക്കാൻ, 1000 നിന്നും എന്ത് ചെയ്യാണ്, ഇൻട്രസ്റ്റ് കുറയ്ക്കുക. അതാണ് റീപേയ്മെൻറ്റ് എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ റീപേയ്മെൻറ്റ് എമൗണ്ട് നമുക്ക് എത്ര കിട്ടും,
751.3 എന്ന് കിട്ടും. ദെൻ ആ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്നും റീപേ ചെയ്തിട്ടുള്ള എമൗണ്ട് മൈനസ് ചെയ്താൽ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടും. 1735.7 ആണ് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടുക. പിന്നെ ടാക്സ് സേവിങ് കണ്ടുപിടിക്കുക. ആ വർഷത്തെ ടാക്സ് സേവിങ്സ് എന്താണ്? ഇൻട്രസ്റ്റ് ഇൻറ്റു 0.4 ചെയ്യുക. അപ്പോൾ നമുക്ക് 99.48 എന്ന് കിട്ടും ആ വർഷത്തെ ടാക്സ് സേവിങ്. ഇനി മൂന്നാമത്തെ വർഷമാണ്. മൂന്നാമത്തെ വർഷം എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മുടെ ആ ഒരു ക്ലോസിംഗ് സ്റ്റോക്ക് അതേപടി ഇങ്ങോട്ട് എഴുതുക, 73547. ഓക്കെ. ദെൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10% ആണ്, 73.57 എന്നായിരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവുക. ഇൻസ്റ്റാൾമെൻറ്റ് 1000 തന്നെയാണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? പ്രിൻസിപ്പൽ റീപേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 826.43 ആയിരിക്കും നമ്മുടെ പ്രിൻസിപ്പൽ റീപേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 909.2.7 ആണ് അതിൻ്റെ വർഷം. ദെൻ ടാക്സ് റേറ്റ് 69.428 ആണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കിനി ലാസ്റ്റ് ഇയർ ആണ്. അപ്പോൾ അത് നാലാമത്തെ ഇയറിലെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 909.27 ആയിരിക്കും. ഓക്കെ. ദെൻ ഇൻട്രസ്റ്റ് പറയുന്നത് എത്രയായിരിക്കും? 90.93 ആക്കാം. അതായത് ഈ 27 ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്ന് ജസ്റ്റ് പോയിൻറ്റിൻ്റെ വ്യത്യാസം കൊണ്ട് നമ്മൾ 90.3 എന്നാക്കാം. പക്ഷേ നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ്? 1000 തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് റീപേയ്മെൻറ്റ് ഉണ്ടാവില്ല. കാരണം നമ്മളിത് ലാസ്റ്റ് ഇയർ അല്ലേ, അപ്പോൾ റീപേയ്മെൻറ്റ് എമൗണ്ട് നമുക്ക് ഉണ്ടാവില്ല. കാരണം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് ചെയ്താൽ നമുക്ക് എമൗണ്ട് ഉണ്ടാവും. പക്ഷേ ഇവിടെ നമുക്ക് ഇത് നമ്മൾ അപ്രോക്സിമേറ്റ് ആയിട്ട് വാല്യൂ എടുക്കുന്നത് കൊണ്ട് ലാസ്റ്റ് ഇയറിൽ നമുക്ക് റീപേയ്മെൻറ്റ് ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ അവിടെ 0 എന്ന് ഇടണം. ഓക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി നെക്സ്റ്റ് ഒരു ഇയർ ഇല്ലാത്തതിനുകൊണ്ട് നമുക്ക് അവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവരുത്. ഓക്കെ. ദെൻ ടാക്സ് സേവിങ് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ഇൻട്രസ്റ്റ് ഇൻറ്റു 0.4 ചെയ്താൽ നമുക്ക് ആ വർഷത്തെ ടാക്സ് സേവിങ് കിട്ടും. അത് 36.372 ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടാക്സ് സേവിങ് എഴുതുന്നത്. ഓക്കെ. ഓരോ വർഷത്തെയും ടാക്സ് സേവിങ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? അവിടുന്ന് ഡിഡക്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ. ഇവിടെ നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്തു? ടാക്സ് സേവിങ് കൊണ്ടുവന്ന് ടാക്സ് സേവിങ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ടാക്സ് സേവിങ് ഇൻട്രസ്റ്റ് ഓൺ ടാക്സ് സേവിങ് അതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ ഇതിന്ന് മൈനസ് ചെയ്യണം അല്ലേ, ലെസ് ചെയ്യണം. അപ്പോൾ ലെസ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതുക ടാക്സ് സേവിങ് ഓൺ ഇൻട്രസ്റ്റ്. ഓക്കെ. ടാക്സ് സേവിങ് ഓൺ ഇൻട്രസ്റ്റ് എന്ന് എഴുതാം. ഓക്കെ. അത് നമ്മുടെ എമൗണ്ട്, അതായത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻട്രസ്റ്റ് ഇൻറ്റു നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള എമൗണ്ട് എങ്ങനെയായിരുന്നു? ഇൻട്രസ്റ്റ് ഇൻറ്റു 0.4 ആയിരുന്നു നമ്മൾ ഓരോ വർഷത്തെയും ടാക്സ് സേവിങ് കണ്ടുപിടിച്ചത്. അപ്പം ഫസ്റ്റ് ഇയറിലെ ടാക്സ് സേവിങ്, അതായത് ഇയർ എന്തായിരിക്കും? ഫസ്റ്റ് ഇയറിലെ ടാക്സ് സേവിങ് ആണ്. എമൗണ്ട് നമ്മൾ എത്രയാണ് ഫസ്റ്റ് ഇയറിലെ ടാക്സ് സേവിങ് കണ്ടുപിടിച്ചത്? 126.8 ആണ് ഫസ്റ്റ് ഇയറിലെ ടാക്സ് നമ്മൾ കണ്ടുപിടിച്ചത്, സേവ് ചെയ്തിട്ടുള്ള ടാക്സ്. അതിൻ്റെ ഫസ്റ്റ് ഇയറിലെ 6% എത്രയാണെന്ന് നോക്കാം. നമ്മൾ ഓരോ ഇയർ അല്ലേ നോക്കുന്നത്. അപ്പോൾ അത് എന്താണ്? 6%, പ്രസൻറ്റ് വാല്യൂ ഓഫ് 6% എത്രയാണെന്ന് നോക്കാം. അത് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ്ലി തന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ട് എത്രയാണ്? 0.94 ആണ് തന്നിട്ടുള്ളത്. അത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ഇയറിലുള്ള പ്രസൻറ്റ് വാല്യൂ ഓഫ് ടാക്സ് സേവിങ് കിട്ടും. എത്രയാണ്? 119.122. ഇത് നമുക്ക് വേണമെങ്കിൽ ബ്രാക്കറ്റിലിടാം. കാരണം നമ്മളിത് ലെസ് ചെയ്യാനുള്ളതായതുകൊണ്ട് നമുക്കിത് ബ്രാക്കറ്റിലിട്ട് കൊടുക്കാം. ഓക്കെ. ഇനി നമ്മൾ നെക്സ്റ്റ് ഇയറിലെ ടാക്സ് സേവിങ് ചെയ്യാണ്. ഓക്കെ. സെക്കൻഡ് ഇയറിലെ ടാക്സ് സേവിങ്. സെക്കൻഡ് ഇയറിൽ നമുക്ക് ടാക്സ് സേവിങ് കിട്ടിയിട്ടുള്ളത് എത്രയാണ്? 99.48 ആണ്. ഇത് ബ്രാക്കറ്റിലിട്ടു. ആ സെക്കൻഡ് ഇയറിലെ 6% വാല്യൂ എത്രയാണ്? 0.89 ആണ്. ഓക്കെ. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 88.537 കിട്ടും. അപ്പം ഇത് ലെസ് ചെയ്യാനുള്ളതായതുകൊണ്ട് ഇത് ബ്രാക്കറ്റിലിടുന്നു. ഇനി നമുക്ക് തേർഡ് ഇയറിലും നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ് നമുക്ക് കിട്ടിയത്? 69.4
2.28 ആണ് നമുക്ക് ടാക്സ് സേവിങ് കിട്ടിയിട്ടുള്ളത് എമൗണ്ട്. അപ്പം നെക്സ്റ്റ് അതിൻ്റെ PV ഫാക്ടർ, അത് തേർഡ് ഇയറിലെ 6% എന്ന് പറയുന്നത് 84 ആണ്. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 58.39 ഇത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. ലാസ്റ്റ് ഇയറിൽ ഫോർത്ത് ഇയറിലുള്ള ടാക്സ് സേവിങ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 36.372 ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അത് നമ്മൾ 6%ൻ്റെ പ്രസൻറ്റ് വാല്യൂവിൽ നോക്കുമ്പം 79 ആണ്. ദെൻ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 28.734 കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ടാക്സ് സേവിങ് ഓൺ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് ടാക്സ് സേവിങ് ഓൺ ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, അത് നമ്മൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എഴുതി വെച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് പ്രകാരം ഇനിയുള്ളത് എന്താണ്, ഡിഡക്ട് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ടാക്സ് സേവിങ് ഓൺ ഡിപ്രീസിയേഷൻ്റെ മുകളിലുള്ള ടാക്സ് സേവിങ് ഡിഡക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്കുള്ളത് പിന്നെ ഉള്ളത് ആഡ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് ഓഫ് ഈച്ച് ഇയർ നമുക്ക് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് തന്നിട്ടുണ്ട്. 250 ലാക്കാണ്. ഓരോ വർഷത്തിൻ്റെ അവസാനമാണ് എന്ത് ചെയ്യുന്നത്, മെയിൻ്റനൻസ് നടത്തുന്നത്. അപ്പം 250 ലാക്കാണ്. അത് നമുക്ക് ഒരു വർക്കിംഗ് നോട്ടിൻ്റെയും ഉപകാരം ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ്ലി നമ്മളെ സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഡിപ്രീസിയേഷൻ്റെ ടാക്സ് സേവിങ് ലെസ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാൻ ചെയ്യുന്നത് ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റിൻ്റെ കാര്യമാണ്. അത് എല്ലാ ഇയറിലും സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു വർക്കിംഗ് നോട്ടോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ആഡാണ് എന്ത് ചെയ്യേണ്ടത്, ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പം ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് എഴുതാം. ഓക്കെ, ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് കണ്ടുപിടിക്കാം. അത് നമുക്ക് 1 മുതൽ 4 വർഷത്തേക്കാണ് ഉള്ളത്. അത് ഇങ്ങനെ എഴുതാം, 1 to 4 എന്ന് എഴുതാം. എമൗണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എത്രയാണ്, 250 ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം പ്രസൻറ്റ് വാല്യൂ ആയിട്ട് 6% നമ്മളപ്പോൾ എത്ര എടുക്കുക, മൊത്തമായിട്ടുള്ള ആനുവിറ്റി ഫാക്ടറാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് 1 മുതൽ 4 വരെയുള്ള വർഷത്തേക്ക് അതിൻ്റെ മൊത്തം 6% വാല്യൂസിനെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ അതായത് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ എമൗണ്ട് ലോണിൻ്റെ കണ്ടുപിടിച്ചില്ലേ, അതേപോലെ തന്നെ അപ്പോൾ മൊത്തം ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 3.47 കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യുക, ഇതൊന്നും മൾട്ടിപ്ലൈ ചെയ്ത് പ്രസൻറ്റ് വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം 250 × 3.47 അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 867.5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് കണ്ടു. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ഉള്ളത് ഇതിൻ്റെ മുകളിലുള്ള, അതായത് ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റിൻ്റെ മുകളിലുള്ള ടാക്സ് സേവിങ് ഉണ്ട്, അത് കുറയ്ക്കലാണ്. അപ്പം നമുക്ക് അതും കൂടി എന്ത് ചെയ്യാം, ഇതിൻ്റെ കൂടെ ചെയ്യാം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ലെസ് ടാക്സ് സേവിങ് ഓൺ ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് എഴുതാം. അത് നമുക്ക് എങ്ങനെയാണ്, അതും 1 to 4 തന്നെയാണ്, ഒരേ എമൗണ്ട് ആയതുകൊണ്ട് 1 to 4 എന്ന് എഴുതാം. എമൗണ്ട് ഉള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആനുവൽ കോസ്റ്റ് സേവിങ്ങിൻ്റെ എമൗണ്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, ആനുവൽ കോസ്റ്റ്, അതായത് നമുക്കൊരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് ഇൻറ്റു 0.4, അതായത് ടാക്സ് റേറ്റ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് തന്നിട്ടുള്ള എമൗണ്ട് എത്രയാണ്, 250 ആണ്. അപ്പം 250 × 0.4 ആണെന്ത് ആനുവൽ ടാക്സ് സേവിങ് എന്ന് പറയുന്നത് എമൗണ്ട്. അപ്പം നമ്മൾ അതിന് എമൗണ്ട് എത്ര കിട്ടും നമുക്കപ്പം, 100 ആയിരിക്കും നമ്മുടെ എമൗണ്ട്. ഓക്കെ, 100 നമ്മൾ എന്ത് ചെയ്യാണ്, 4 വർഷത്തേക്കല്ലേ, മൊത്തമാണ് എടുക്കുന്നത്, 1 to 4 ആണ്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ 6%-ൽ 3.47 തന്നെയാണ് വരിക. അപ്പോൾ ഇത് മൊത്തം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യാം. 100 × 3.47 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 34 347 കിട്ടും. ഓക്കെ, അപ്പം ഇത് നമുക്ക് ടാക്സ് സേവിങ് ആയതുകൊണ്ട് ലെസ് ചെയ്യാനുള്ള കാര്യമാണ്. അപ്പോൾ ലെസ് ചെയ്യാനുള്ളത് കൊണ്ട് നമുക്കിത് ബ്രാക്കറ്റിൽ ഇടാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കാൽക്കുലേഷൻ കുറച്ച് എളുപ്പമായിട്ട് മാറും.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്കുള്ളത് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യാനുള്ളതായിരുന്നു. ഒരു സ്റ്റെപ്പ് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു. അതിന് നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് വർക്കിംഗ് നോട്ടിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആനുവൽ ഡിപ്രീസിയേഷൻ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമ്മൾ അത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് വർക്കിംഗ് നോട്ട് എഴുതിയിട്ട് എങ്ങനെ ചെയ്യാം. അത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യുന്നു, ലെസ് ടാക്സ് സേവിങ് ഓൺ ഡിപ്രീസിയേഷനാണ് ചെയ്യുന്നത്. ഓക്കെ, ഡിപ്രീസിയേഷനാണ് ചെയ്യുന്നത്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നമ്മുടെ വർക്കിംഗ് നോട്ടിൽ ചെയ്യാം. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ വർക്കിംഗ് നോട്ടാണ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനുള്ള വർക്കിംഗ് നോട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ആനുവൽ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുകയാണ്. നമുക്ക് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനുള്ള 2 കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഒന്ന് കോസ്റ്റ് ഓഫ് എക്യുപ്മെൻറ്റും സാൽവേജ് വാല്യൂവും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഡിപ്രീസിയേഷൻ എമൗണ്ട് കണ്ടുപിടിക്കാം. അപ്പം കോസ്റ്റ് ഓഫ് എക്യുപ്മെൻറ്റ് തന്നിട്ടുള്ളത് എത്രയാണ്, എക്യുപ്മെൻറ്റ് തന്നിട്ടുള്ളത് 3,170 ആണ് തന്നിട്ടുള്ളത്, ലാക്സിലാണ് തന്നിട്ടുള്ളത്. പിന്നെ സാൽവേജ് വാല്യൂ ആണ് തന്നിട്ടുള്ളത്. അപ്പം ഈ കോസ്റ്റ് ഓഫ് എക്യുപ്മെൻറ്റിൻ്റെ കോസ്റ്റ് നിന്നും സാൽവേജ് വാല്യൂ ലെസ് ചെയ്യുക. ഓക്കെ, സാൽവേജ് വാല്യൂ ലെസ് ചെയ്യുക. എത്രയാണ്, 170 ആണ് സാൽവേജ് വാല്യൂ ഉള്ളത്. അപ്പോൾ ലെസ് ചെയ്ത 3,000 എന്നാണ് കിട്ടുക. ഇത് ആനുവൽ ഡിപ്രീസിയേഷൻ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഓരോ വർഷത്തെയും ഡിപ്രീസിയേഷൻ നമ്മൾ നോക്കണം. അപ്പോൾ ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ എത്രയായിരിക്കും, അപ്പം ആനുവൽ ഡിപ്രീസിയേഷൻ അണ്ടർ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എഴുതിയിട്ട് അണ്ടർ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അല്ലേ, മെത്തേഡ് ഈക്വൽ ടു എത്ര, 3,000 ഡിവൈഡഡ് ബൈ എത്ര വർഷത്തേക്കാണ്, 4 വർഷത്തേക്കാണ്. 4 വർഷത്തേക്ക് ഈ 3,000 ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും, 750 ആണ് നമ്മുടെ ആനുവൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 4 വർഷത്തേക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുക. ഈ ഡിപ്രീസിയേഷൻ ആണ് പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലുള്ള ടാക്സ് സേവിങ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് മൈനസ് ചെയ്യാമെന്ന് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയാണ്. അപ്പോൾ ടാക്സ് സേവിങ് എത്ര വർഷത്തേക്കാണ്, 4 വർഷമല്ലേ. ഇപ്പോൾ 1 to 4 ആണ് നമ്മൾ ചെയ്യുന്നത്. എമൗണ്ട് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, എത്ര, 750. മൈനസ് ചെയ്യാനുള്ളത് അതിനോണ്ട് ബ്രാക്കറ്റിൽ ഇടാം. 6% തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് 3.47 എഴുതാം. ദെൻ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രീസിയേഷൻ എമൗണ്ട് കിട്ടുന്നത് മൊത്തം സേവിങ് എത്രയാണ് കിട്ടുക, അത് പ്രസൻറ്റ് വാല്യൂയിലോട്ട് മാറ്റുമ്പം 1041. ഓക്കെ, ഇതാണ് ലാസ്റ്റ് നമുക്കുള്ളത്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇനി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് സാൽവേജ് വാല്യൂ ആണുള്ളത്. ഈ സാൽവേജ് വാല്യൂവിനെ കൂടി നമ്മൾ എന്ത് ചെയ്യണം, പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൊണ്ടുപോകണം. അപ്പം നമ്മൾ എഴുതിയ സ്റ്റെപ്പ് പ്രകാരം ക്യാഷ് സാൽവേജ് വാല്യൂ എന്താണ് ചെയ്യാറ്, ഡിഡക്റ്റ് ചെയ്യാണ് ചെയ്യാറ്. അപ്പം എന്ത് ചെയ്യണം, അവസാനം നമ്മൾ ലെസ് സാൽവേജ് വാല്യൂയുടെ 4 വർഷത്തെ അറ്റ് ദ എൻഡ് ഓഫ് ദി സാൽവേജ് വാല്യൂ ആണ് തന്നിരിക്കുന്നത്, 4ാമത്തെ കൊല്ലത്തെ. ഓക്കെ, 4ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, എത്രയാണ്, ലാസ്റ്റ് 4 ഇയർ, 4ാമത്തെ ഇയറിൽ ലാസ്റ്റുള്ള സാൽവേജ് വാല്യൂ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ എമൗണ്ട് നമുക്ക് തന്നത് 170 ആണ്. അപ്പോൾ ഇവിടെ PV ഫാക്ടർ എടുക്കുമ്പോൾ നമ്മൾ 4th ഇയർത്തത് മാത്രമേ എടുക്കാവൂ, മൊത്തം എടുക്കാൻ പാടില്ല. അപ്പോൾ 49.79. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുമ്പം 34.3. ഇതാണ് നമ്മുടെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് സാൽവേജ് വാല്യൂവിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുക. ഇത്രയും നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ അണ്ടർ ഡെപ്റ്റ് ഫിനാൻസിങ് കാണാം. എങ്ങനെയാണ് കാണുക, നമ്മുടെ ഈ ഒരു ഭാഗം, ഈ തന്നിരിക്കുന്ന ഭാഗത്ത് കാൽക്കുലേഷൻസ് ആദ്യം 3470 നമ്മൾ ഇത്രയും കാര്യങ്ങൾ മൈനസ് ചെയ്യുക. ദെൻ ഇത് ആഡ് ചെയ്യുക, ബ്രാക്കറ്റ്സ് മൊത്തം മൈനസ് ചെയ്യാനുള്ളതാണ്. ദെൻ ഇത് ആഡ് ചെയ്യുക, ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് ആഡ് ചെയ്യണം. ദെൻ അതിൽ അതിൻ്റെ ടാക്സ് സേവിങ്ങും കുറയ്ക്കണം. ദെൻ എന്ത് ചെയ്യണം, ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. ദെൻ സാൽവേജ് കുറച്ചിട്ട് അവസാനം കിട്ടുന്നതാണ് നമ്മുടെ
എത്ര കിട്ടും? 2520.42 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ എന്തുള്ളത് നമ്മുടെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് എമൗണ്ടിൽ കുറച്ച് ചെറിയ മാറ്റം വരും. കാരണം നമ്മൾ ഇവിടെ ഡിജിറ്റ്സ് എടുക്കുന്നില്ലേ, ഈ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള അപ്രോക്സിമേറ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ചെയ്ത് ലാസ്റ്റിലേക്ക് ആൻസർ ചെയ്ത് വരുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുക എന്നുള്ളത് പഠിച്ചു വയ്ക്കാം. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് ഈ 6% എന്നുള്ളത് എന്താണ്, ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നതാണ്. ഇത് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നോട്ട്സ് എഴുതുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് നമ്മൾ നോട്ടായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ ഷുഡ് ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ലെസീസ് ആഫ്റ്റർ ടാക്സ് മാർജിൻ കോസ്റ്റ് ഓഫ് ദി ക്യാപിറ്റൽ. ടാക്സിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ വർക്കിംഗ് നോട്ടായിട്ട് അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്, നമുക്ക് തന്നിട്ടുള്ള കോസ്റ്റ് ഓഫ് ഡെറ്റ് എത്രയാണ്, 10% ആണ് തന്നിട്ടുള്ളത് അല്ലേ. ഡെപ്റ്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് റേറ്റ് മൈനസ് ചെയ്യണം. 1 - ടാക്സ് റേറ്റ്. ഓക്കെ, 1 - ടാക്സ് റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10% മൈനസ് 0.4 അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 6% എന്ന് കിട്ടും. ഓക്കെ, ഇത് നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ തന്നതായിരുന്നു, പക്ഷെ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക, ദ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ യൂസിങ് ലെസീസ് ആഫ്റ്റർ ടാക്സ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനും എന്ത് ചെയ്യുക, ആഫ്റ്റർ ടാക്സ് കുറച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു പ്രസൻറ്റ് വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമ്മൾ ആൾട്ടർനേറ്റീവ് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിലും ഏകദേശം ഇതോടനുബന്ധിച്ചുള്ള ഒരു എമൗണ്ട് ആയിരിക്കും കിട്ടുക. കാരണം നമ്മുടെ അപ്രോക്സിമേഷൻ്റെ ഒക്കെ ബേസിൽ ആൻസറിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആൾട്ടർനേറ്റീവ് മെത്തേഡ് വെച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിലും ഏകദേശം ഇതിൻ്റെ അടുത്തുകൊണ്ടുള്ള വാല്യൂസ് തന്നെയായിരിക്കും നമുക്ക് ഡെപ്റ്റ് ഫിനാൻസിങ്ങിൽ ഔട്ട്ഫ്ലോ ആയിട്ട് കിട്ടുക. ഓക്കെ, താങ്ക് യു.